ഓരോ മതത്തിലും അതിൻ്റെ ക്രീമായിട്ട് പവിത്രമായിട്ട് നമ്മളെ രക്ഷിക്കാനും സഹായിക്കാനുമുള്ളൊരു കാര്യമുണ്ട്. അതിനു മുന്നേ ഞാൻ അടച്ചിരുന്ന എല്ലാ വഴികളെയും ഇന്നൊരു ചോദ്യത്തിലൂടെ എനിക്ക് തുറക്കാൻ സാധിക്കാറുണ്ട്. ആക്സസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് ബിയോണ്ട് ദി ഇമാജിനേഷനാണ്, ബിയോണ്ട് ദി ലോജിക്കാലിറ്റിയാണ്. ഏതൊരു സിറ്റുവേഷനെയും മറികടക്കാനുള്ള ടൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ അപ്പുറത്തൊരു ലോകമുണ്ട്, ആ ഒരു ചെറിയ ബബിളിനും വെളിയിലൊരു ലോകമുണ്ട് എന്ന് എന്നെ കാണിച്ചു തന്നത് ആക്സസ് ബാസ് ആണ്. ഇല്ലാത്തതല്ല കുഴപ്പം. ഈ പ്രപഞ്ചം എല്ലാം തരാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കാത്തതാണ്. ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്കത് സ്വീകരിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഞാൻ തിരിച്ചറിഞ്ഞൊരു വ്യക്തി, ഓരോ വ്യക്തിയും സ്വയം തീരുമാനിക്കാതെ വേറൊരാൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റത്തില്ല. വരുന്ന ക്ലയൻസ് എല്ലാവരും തന്നെ ഇതുപോലെ ഹാപ്പി ആയിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ മാറ്റാൻ പറ്റില്ല, അല്ലെ നമുക്ക് മറ്റൊരാൾ ദ്രോഹം ചെയ്തു എന്നും പറഞ്ഞ് വരുന്നില്ലേ? നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അതിനെ അലോ ചെയ്തിട്ടുണ്ടാവും, പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തും ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ കുടുംബത്തിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെ മാറ്റണം, അവരെ അലോ ചെയ്യാതെ എനിക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ തിരിച്ചറിഞ്ഞൊരു വ്യക്തി, ഓരോ വ്യക്തിയും സ്വയം തീരുമാനിക്കാതെ വേറൊരാൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റത്തില്ല. മേ ബി ചെറിയ ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ വലിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റില്ല. മാഡം 1-to-1 ക്ലാസ്സസ് ആണോ കൊടുക്കാറുള്ളത്? ഞാൻ 1-to-1 ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്. 1-to-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തരം ആൾക്കാരും വരാറുണ്ട്. ഹൗസ് വൈഫ് വരാറുണ്ട്, പ്രൊഫഷണൽസ് വരാറുണ്ട്, ഡോക്ടേഴ്സ് വരാറുണ്ട്, സൈക്യാട്രിസ്റ്റ് വരാറുണ്ട്, സെലിബ്രിറ്റീസ് വരാറുണ്ട്. ഇത് അവർക്ക് പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണം, അതായത് നമുക്ക് നേരിട്ടുള്ള ഇത് വേണം. അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് കൊടുക്കുന്ന തീർത്തും പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള പാക്കേജ് ആയിരിക്കും. അവരുടെ ആവശ്യങ്ങളനുസരിച്ച് അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതല്ലാതെ ഗ്രൂപ്പ് പ്രോഗ്രാം ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാ രീതിയിലും ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഒരു വ്യക്തിയുടെ ഇന്നർ വേൾഡിൽ നമ്മൾ വർക്ക് ചെയ്യും, ഔട്ടർ ലെയറിൽ വർക്ക് ചെയ്യും, ഡീപ്പർ ലെവലിൽ ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. ഇന്നർ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ട്, ബിലീഫ്സ്, അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ നെർവ് സിസ്റ്റം, ബ്രെയിന്, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ പാറ്റേൺസിൽ എല്ലാം നമ്മൾ വർക്ക് ചെയ്യും. ഔട്ടർ ലെയർ എന്ന് പറഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പ്, കരിയർ, ഫൈനാൻസ്, ബാക്കി ലൈഫ് സ്റ്റൈല്, ഇതിലെല്ലാം നമ്മൾ വർക്ക് ചെയ്യും. നമ്മുടെ ഇന്നർ ലെയറിലും ഔട്ടർ ലെയറിലും ഒരു ഡീപ്പർ ലെവൽ അണ്ടർസ്റ്റാൻഡിങ്ങോടെയുള്ള ട്രാൻസ്ഫോർമേഷനാണ് നമ്മളിതിൽ ചെയ്യുന്നത്. ഈ ആക്സസ് ബാസും ഹീലിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹൗ ഡസ് ദിസ് വർക്ക്? ആക്സസ് ബാസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂൾസും ടെക്നിക്സും കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ്. ഇത് ശരിക്കും ഒരു അമേരിക്കൻ കമ്പനിയുടെ, അതായത് അമേരിക്കക്കാരാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. ആക്സസ് ബാസ് ഒരിക്കലും പറയുന്നില്ല ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയാണ്. അതായത് നിങ്ങളിത് 2 പ്രാവശ്യം ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ്. കാരണം ആക്സസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലങ്ങളെന്ന് പറയുന്നത് ബിയോണ്ട് ദി ഇമാജിനേഷനാണ്, ബിയോണ്ട് ദി ലോജിക്കാലിറ്റിയാണ്. ഈവൻ പഠിപ്പിക്കുന്ന ഒരു ഫെസിലിറ്റേറ്ററിനോ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രാക്ടീഷണറിനോ അതല്ലെങ്കിൽ ഫൗണ്ടേഴ്സിനോ പോലും പറയാൻ പറ്റില്ല. ഓരോ സെഷനിലും കൂടെ ഓരോരുത്തർക്ക് തുറന്നു കിട്ടുന്ന ഒരു വിസ്ഡം എന്താണ്, ഓപ്പൺ ആകുന്നത് എന്താണെന്ന് പലർക്കും പല ലെവലിലാണ്. 25 വർഷം ആക്സസ് ബാസിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതലല്ലേ അതിനപ്പുറം ഉള്ളത് 1-2 സെഷനിൽ ചില ആളുകൾക്ക് ഓപ്പൺ അപ്പ് ആകാറുണ്ട്. ഇത് കൂടുതലും വിസ്ഡമാണ്, നമുക്ക് ജ്ഞാനത്തിൻ്റെ ഒരു ലോകമാണ് നമുക്ക് തുറന്നു തരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ 3 വർഷമായിട്ട് ആക്സസ് ബാസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഫെസിലിറ്റേറ്ററാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ നമ്മളിപ്പം എപ്പോഴും നമ്മളൊരു തലത്തിലായിരിക്കുമ്പം കൂടുതൽ കാര്യങ്ങൾ അറിയാനും കൂടുതൽ നമ്മൾക്കൊരു അന്വേഷണം ഉണ്ടാവും. നമ്മളിതുവരെ കാണാത്തതും അറിയാത്തതും ഒക്കെ അറിയാൻ എനിക്ക് ആക്സസ് ബാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പവറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ പ്രാക്ടീസൊക്കെ ചെയ്ത് നമ്മുടെ ഈ ലൈഫ് ടൈമിലുള്ള പലതിനെപ്പറ്റി നമ്മൾ അവെയറാണ്. ഏതൊരു സിറ്റുവേഷനെയും മറികടക്കാനുള്ള ടൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഏതൊരു ബുദ്ധിമുട്ടും വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്തു പോകണം. നമ്മൾ ജീവിക്കുന്ന ഈ നോർമൽ
ഈ ലോകത്താണ്. എല്ലാവരും മാറിയ ലോകമല്ല, എല്ലാം സാധാരണമായിട്ട് പോകുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണ് നമ്മൾ. നമുക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ പക്ഷെ ഫേസ് ചെയ്യുന്നത് പല റിയാലിറ്റികൾ, ഈ ലോകത്തിൻ്റെ റിയാലിറ്റികളിലെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. പലതരം സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു. ഈ സിറ്റുവേഷനെയൊക്കെ വളരെ എളുപ്പത്തിൽ ജീവിതത്തിൽ ഇല്ലാതാക്കുക എന്നല്ല ആക്സസ് പറയുന്നത്. ഏറ്റവും പുതിയ പോസിബിലിറ്റീസിലൂടെ അല്ലെ ബെറ്റർ പോസിബിലിറ്റീസിലൂടെ നമ്മൾ അതിനെ കടന്നു പോവുക. ഏതൊരു സിറ്റുവേഷനെയും നമ്മുടെ സാധ്യതയാക്കി മാറ്റുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ സാധ്യതകൾ അടച്ചിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതിങ്ങനാണ്, ഇവിടെ ഇങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെ കുറേ ഡെഫിനിഷൻസും കൺക്ലൂഷൻസിലുമായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അവിടെയൊക്കെ പുതിയ ബിയോണ്ട് അവർ ഇമാജിനേഷൻ, ബിയോണ്ട് ദി ലോജിക്കാലിറ്റി, ബിയോണ്ട് ദി എക്സ്പെക്റ്റേഷൻ, പുതിയ സാധ്യതകൾ തുറന്നു വരിക എന്നുള്ളതാണ്. ഇതിൽ ആക്സസ് ബാസ് എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ലെവൽ ഒരു പ്രോസസ്സാണ്. നമ്മളുടെ തലയിലുള്ള 32 പോയിന്റുകളിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തോട്ടുകളും ഫീലിംഗ്, എമോഷൻസ്, അങ്ങനെ പല ബ്ലോക്കുകളും റിലീസാകുന്ന ഒരു പ്രോസസ്സാണ്. ഏത് ലെവലിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ആക്സസ് ബാസ്. ഇപ്പോൾ ഈ ആക്സസ് ബാസ് ആണോ മാഡത്തിൻ്റെ ഹാപ്പി ആയിട്ടിരിക്കാനുള്ള, കണ്ടന്റ് ആയിട്ടിരിക്കാനുള്ള, ഇത്രയും വിഷമങ്ങളൊക്കെ കേട്ടിരുന്നിട്ടും ആ നെഗറ്റിവിറ്റി ഉള്ളിലേക്ക് വരാതിരിക്കാനുള്ള? ആക്സസിൻ്റെ തന്നെ ഒരുപാട് പ്രോസസ്സുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോസസ്സുകളുണ്ട്, അതിൻ്റെ എനർജറ്റിക്കുള്ള പ്രോസസ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് തന്നെയും ചെയ്യാൻ പറ്റും. ഞാൻ ഉപയോഗിക്കാറുണ്ട്, എന്നും ഡെയിലി ഉപയോഗിക്കാറുണ്ട്. എനിക്ക് പറയാൻ പറ്റും, ആക്സസ് ഞാൻ ഡെയിലി ഈ ആക്സസ് ബാർ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ജീവിതത്തിൽ അനുഭവിച്ചില്ല. നമ്മൾ പറയുന്നതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്നൊരവസ്ഥ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ലേ? അതെ. അതായത് പലതും പലർക്കും മനസ്സിലാകാറ്. നമ്മൾ ആ ഒരു ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ കറങ്ങും, പറയുന്നത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ തന്നെ കടന്നുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്നൊക്കെ നമ്മളെ പുറത്ത് കിടക്കാനായിട്ടും ഇതിൻ്റെ അപ്പുറത്തൊരു ലോകമുണ്ട്, ആ ഒരു ചെറിയ ബബിളിനും വെളിയിലൊരു ലോകമുണ്ട് എന്ന് എന്നെ കാണിച്ചു തന്നത് ആക്സസ് ബാസ് ആണ്. ആക്സസ് കോൺഷ്യസ്നെസ് ആണ്. അതിൻ്റെ ഒരുപാട് ബുക്സുകളും അതിൻ്റെ ഹയർ സ്റ്റഡീസും ഒക്കെ ഉണ്ട്. അതുവരെ കാണാതിരുന്ന കാഴ്ച, ഇപ്പം നമ്മൾ എന്നും നടക്കുന്ന വഴികളിൽ കാണുന്ന കാഴ്ചകൾ വളരെ ചുരുക്കമായിരിക്കും. നമ്മൾ കാണാത്ത കാഴ്ചകൾ ഒത്തിരിയാണ്, കാണാത്ത അത്ഭുതങ്ങളുടെ ലോകം ഒത്തിരിയാണ്. നമ്മളത് കാണാത്തതാണ്. നമുക്കത് കാണാനുള്ള കാഴ്ച ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാം. ഒരിക്കൽ ഞാൻ ചെന്നൈയിലാണ് സെറ്റിലായിരിക്കുന്നത്. അപ്പം ചെന്നൈയിൽ നിന്ന് ഞാനിങ്ങനെ ഒരു ലേക്കിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പം ഒരു സൺറൈസ് ആണ്. അന്ന് സൂര്യൻ തിക്കട്ട കളറിൽ ഇങ്ങനെ ആ ലേക്കിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് ഒരു വലിയ അത്ഭുതം കണ്ട സന്തോഷത്തിൽ, അത്രയ്ക്കും മനോഹരമായ ഒരു കാഴ്ച അത് ചുറ്റും ഞാൻ കണ്ടിട്ട് ഞാനിങ്ങനെ ചുറ്റും നോക്കുമ്പം എൻ്റെ ചുറ്റും ആൾക്കാർ ഈ ചില ഇംഗ്ലീഷ് മൂവിയിലൊക്കെ ഇങ്ങനെ ഫാസ്റ്റ് മോഡലിടുമ്പോൾ ഓടില്ലേ, ഒരു മനുഷ്യരില്ല. അത്രയും മനോഹരമായ ഒരു കാഴ്ച അവിടെ നടന്നിട്ട്, അത്രയും വലിയൊരു അത്ഭുതം അവിടെ നടന്നിട്ട് കാണാൻ ഞാനല്ലാതെ ഒരു മനുഷ്യരില്ല, ആർക്കും സമയമില്ല. ചിലരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതെന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നു. ഞാൻ അവിടെ നിന്ന് അങ്ങ് സന്തോഷിക്കുന്നു. എനിക്ക് എൻ്റെ കണ്ണിനുള്ള ആ വിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ച് നേരെയുള്ള ആ കളറ്, അതിൻ്റെ ഒരു എനർജി, ആ ഒരു എൻവയോൺമെൻറ്റ് അമേസിങ് ആയിട്ടുള്ള. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, നമ്മുടെ മുന്നിൽ എന്തൊക്കെ ഉണ്ടായാലും കാണാൻ കാഴ്ചയില്ലെങ്കിൽ നമ്മൾ കാണില്ല. ഇല്ലാത്തതല്ല കുഴപ്പം. ഈ പ്രപഞ്ചം എല്ലാം തരാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് എന്തിനെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കാത്തതാണ്. അതെനിക്കൊരു വലിയ തിരിച്ചറിവായിരുന്നു. നമ്മളിപ്പോൾ പണമാണേൽ, പണം എല്ലാവരും ഈ ലോകത്തുനിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും ഉപയോഗിച്ചതിന് ശേഷവും മിച്ചമുള്ള അത്രയും സമ്പന്നമാണ് ഈ പ്രപഞ്ചം. ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്കത് സ്വീകരിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അത് സ്നേഹമായാലും പോസിബിലിറ്റീസ് ആയാലും സമ്പത്തായാലും എന്തായാലും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിക്കാറുണ്ടല്ലോ, അതും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലും വ്യത്യസ്തമല്ലേ. എന്താണ് ഇവിടെ ദൈവം എന്ന് ഉദ്ദേശിച്ചത്? ചിലർക്കത് ഒരു മതവിശ്വാസങ്ങളാണ്. ഞാൻ മതവിശ്വാസങ്ങളെ കുറിച്ചായിരുന്നു ചോദിച്ചത്. മതവിശ്വാസത്തിൽ പള്ളിയിൽ പോവുക അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുക. ഞാൻ തീർച്ചയായിട്ടും പള്ളിയിൽ എന്നും കുർബാന കാണുന്ന, കുർബാന സ്വീകരിക്കുന്ന ക്രിസ്ത്യാനി തന്നെയാണ്. എൻ്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നു. കാരണം അതാരും പറഞ്ഞു തന്നതല്ല, എനിക്ക് സ്വയമായിട്ട് തിരിച്ചറിഞ്ഞ, അതായത് ഓരോ മതത്തിലും അതിൻ്റെ ക്രിയമായിട്ടും പവിത്രമായിട്ടും നമ്മളെ രക്ഷിക്കാനും സഹായിക്കാനുമുള്ളൊരു കാര്യമുണ്ട്. എല്ലാ മതത്തിലും അതുണ്ട്. അതിന് പുറത്ത് കുറേ നിയമങ്ങളും കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അന്ധമായിട്ട് ആവശ്യമില്ലാതെ ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുമാണ്. ഒരിക്കലും ആക്സസ് കോൺഷ്യസ്നെസ് മതങ്ങൾക്കെതിരോ അല്ല വിശ്വാസങ്ങൾക്കെതിരോ അല്ല. നമ്മുടെ മതത്തെ നമ്മൾ മുറുകെ പിടിക്കുക തന്നെ വേണം. നമ്മൾ എന്തിലാണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസമാണ് നമ്മളെ നയിക്കുന്നത്.
ഒന്നിനെ വിട്ട് വരാൻ അല്ലെ അത് ഉപയോഗിക്കേണ്ട എന്നുള്ള അത് അങ്ങനെ ഒരു രീതിയല്ല ആക്സസ് കോൺഷ്യസ്നെസ്സിലുള്ളത്. അത് ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അവനവൻ്റെ വിശ്വാസത്തെ, ഇപ്പം എല്ലാ ക്രിസ്ത്യാനികളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കില്ല അവരുടെ വിശ്വാസം. അതിൻ്റെ അളവും വ്യത്യാസമല്ലേ, അവർ കാണുന്ന കാഴ്ചപ്പാടുകളും വ്യത്യാസമല്ലേ. നമ്മളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മൊഡാലിറ്റിയാണ്. അപ്പൊ ഈ ഹീലിംഗിലേക്കൊക്കെ വന്നപ്പോൾ ദൈവവിശ്വാസം കൂടുകയാണോ ചെയ്തത്? തീർച്ചയായിട്ടും ദൈവത്തെ കൂടുതൽ അറിഞ്ഞു. ദൈവം എവിടാന്ന് അറിഞ്ഞു. എവിടെയാണ് നമ്മൾ കണ്ടെത്തുക. ഓരോരുത്തരും മറ്റൊരാൾ പറഞ്ഞു തരുന്ന അവരുടെ ലോകം. ഞാൻ സംസാരിക്കുന്നില്ല എൻ്റെ ലോകത്തെ പറ്റിയാണ്. എൻ്റെ ലോകവും എൻ്റെ മുന്നിലിരിക്കുന്ന ആളുടെ ലോകവും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക. ഞാൻ കണ്ടെത്തിയ എനിക്ക് ലഭിച്ച ഏറ്റവും നല്ല ആയുധം അല്ലെങ്കിൽ ടൂൾ എന്ന് പറയുന്നത് ചോദ്യങ്ങളാണ്. എനിക്ക് ആക്സസ് കോൺഷ്യസ്നെസ് തന്നതാണത്. എന്നെ അറിയുന്നവർക്ക് എല്ലാം അറിയാം. ഓരോ നിമിഷവും ചോദ്യത്തിലായിരിക്കുക. ചോദ്യങ്ങൾ എൻ്റെ മുന്നിൽ തുറക്കാത്ത വഴികളില്ല. അതിനു മുന്നേ ഞാൻ അടച്ചിരുന്ന എല്ലാ വഴികളെയും ഇന്നൊരു ചോദ്യത്തിലൂടെ എനിക്ക് തുറക്കാൻ സാധിക്കാറുണ്ട്. ഇന്ന് എൻ്റെ ജീവിതം തന്നെ എനിക്ക് പറയാൻ പറ്റും ചോദ്യമാണ്. എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന, എന്നോട് സംസാരിക്കുന്ന എല്ലാവരും എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചൊരു ചോദ്യമാണ് അവർക്ക് ചോദിക്കുന്നത്. ആ ചോദ്യം എന്നോട് ചോദിക്കും, ആരോട് ചോദിക്കണം? ആരോടും ചോദിക്കണ്ട, ജസ്റ്റ് ആസ്ക്. അത് നിങ്ങളോടായാലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോടായാലും ഈ പ്രപഞ്ചത്തോടായാലും ആരോട് വേണേലും ചോദിച്ചു. പക്ഷെ ചോദിക്കുക, ഉത്തരം കണ്ടെത്താൻ പോകാതിരിക്കുക. ഒരുപാട് വഴികൾ തുറന്നു വരും. നമ്മൾ ഉത്തരം അന്വേഷിക്കരുത്, ചോദ്യം മാത്രമേ ചോദിക്കാവുള്ളൂ. ഉത്തരം അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ തീർന്നു, അത് ഉത്തരത്തോടെ അവിടെ ക്ലോസ് ആവും. ഒരു ചോദ്യത്തിൽ നിന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. ഓരോ ചോദ്യത്തിൽ നിന്നും നമുക്കിപ്പം നമ്മൾ പോകാനുള്ള അടുത്ത 100 വർഷത്തേക്കുള്ള ബ്ലൂ പ്രിന്റ് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. നമുക്ക് അടുത്ത ഒരു നിമിഷത്തേക്ക് വഴി തുറന്നു കഴിഞ്ഞാൽ അവിടുന്ന് അടുത്ത ചോദ്യത്തിൽ നമുക്ക് അടുത്ത വഴികൾ തുറക്കും. എല്ലാവരും സ്റ്റക്കാണ്. എനിക്കറിയില്ല, മുന്നോട്ട് പോകാനുള്ള വഴി അറിയില്ല എന്ന് പറയാറില്ല ആൾക്കാർ. എനിക്ക് അടുത്ത മുന്നോട്ട് പോകാനുള്ള വഴി അറിയില്ല. അവിടെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എല്ലാ വഴികളും അടച്ചിരിക്കണം. അവിടെ ഒരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്കുള്ള വഴി തുറക്കും. നിങ്ങളതിനെ സ്വീകരിക്കാൻ തയ്യാറാകൂ. നമ്മൾ ആ അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ നമുക്ക് അടുത്ത വഴി തുറന്നു വരും. അതെ, ഇതാണ് ശരിക്കും എനിക്ക് എന്നെ മുന്നോട്ട് നയിക്കുന്ന, അല്ല എനിക്ക് വഴികൾ കാണിച്ചു തരുന്ന. ഇതുവരെ എവിടൊക്കെ എനിക്കിനി മുന്നിൽ വഴികളില്ല എന്ന് ഞാൻ തീരുമാനിച്ചോ അവിടെയൊക്കെ എനിക്ക് ചോദ്യങ്ങൾ വഴി തുറന്നു തന്നിട്ടുണ്ട്. അത് എങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയാലും, ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വഴി തുറന്നു തരും. അതെ, ചോദ്യം ചോദിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണമെന്നേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ അവിടെ എന്നാ ചെയ്യും, നമ്മൾ അവിടെ കൺക്ലൂഡ് ചെയ്യും, ഇല്ലേ? നമ്മൾ പലപ്പോഴും കൺക്ലൂഡ് ചെയ്യും, ഇതിങ്ങനെ വന്നതുകൊണ്ട് ഇങ്ങനെ ആയി, ഇനി എന്നാ ചെയ്യും, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ, അല്ലെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിച്ചേ, എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു അവസ്ഥ. അവിടെ നമുക്ക് വേറെ എന്താ ഒരു സാധ്യതയും നമ്മൾ ചോദിക്കുമ്പോൾ ആ നിൽക്കുന്ന ഇടത്തിൽ നമുക്കൊരു വഴി തുറന്നു വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ലൈഫ് കോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീലിംഗിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന സൈക്കോളജിസ്റ്റുമാരുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എങ്ങനെയാണ് മാഡം വ്യത്യസ്തയാകുന്നത്? ഞാൻ ഒരുപാട് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, ഇൻ്റർനാഷണൽ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള, മെഡിക്കൽ ആൻഡ് സൈക്കാട്രി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള 16 വർഷത്തിൽ കൂടുതൽ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റി ആയിട്ട് ഇരുന്നിട്ടുള്ള, ക്ലിനിക്കൽ എക്സ്പോഷറുള്ള ഒരു വ്യക്തി ഈ സാഹചര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണും? ആ ഒരു വൈഡ് ക്യാൻവാസ്. അതെ, തീർച്ചയായും അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് ഞാൻ കാണുന്നത്. കാരണം ഇതെല്ലാം ഉള്ള ഒരു വ്യക്തി ഓരോ സാഹചര്യത്തെയും നോക്കിക്കാണുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെ ക്യാൻവാസ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ അതാണ് എനിക്ക് എൻ്റെ മാത്രം അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെടാൻ പറ്റുന്ന സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്രയും വർഷങ്ങൾ ഞാൻ മെഡിക്കൽ ആൻഡ് സൈക്കാട്രി സോഷ്യൽ വർക്ക് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് അത് പഠിപ്പിച്ച് നാഷണൽ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ അത് ടീച്ച് ചെയ്തിരുന്നു. അതേസമയം തന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ, അതുപോലെ ലൈഫ് കോച്ചിങ് അത് പ്രൊഫഷണലായിട്ട് പഠിച്ച് അതിൻ്റെ സിസ്റ്റമാറ്റിക് അപ്രോച്ചുകളെ പറ്റി അറിഞ്ഞ് അങ്ങനൊരു വ്യക്തി, സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തി ഒരു കാര്യത്തെ കാണുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഒരു അസറ്റായിട്ട് തന്നെ കാണുന്നത്. അപ്പോൾ വരുന്ന ക്ലയൻസ് എല്ലാവരും തന്നെ ഇതുപോലെ ഹാപ്പി ആയിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് അവരെന്ത് സാധിച്ചു. പലപ്പോഴും നമ്മൾ ആളുകളുടെ സാധനങ്ങൾ അല്ലെ അവർക്ക് ലഭിച്ചു എന്ന് പറയുന്നത് ചിലപ്പോൾ കുറേ കാശ് കിട്ടി, അല്ലെങ്കിൽ അവരൊരു വലിയ ബിസിനസ് തുടങ്ങി. ഞാൻ എപ്പോഴും കാണുന്നത് 2-3 സെഷൻസ് കഴിയുമ്പോൾ അവരിലുണ്ടാകുന്ന സന്തോഷമാണ്.
നമ്മൾ ആ ഒരു കംപ്ലീഷനായി എവിടെ അവരെ ഒരു പർപ്പസ്ഫുൾ ലൈഫിലേക്ക് നമ്മൾ നയിക്കുകയാണ് ചെയ്യുന്നത്, മീനിങ് ഫുൾ ലൈഫിലേക്ക്. അതിൻ്റെ അർത്ഥം അവർക്ക് കരിയർ ഇല്ല എന്നല്ല, നല്ല കരിയറിലുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ വരാറുണ്ട്. പക്ഷെ ഒരു ഡീപ്പ് ലെവൽ മീനിങ് അവരുടെ ലൈഫിന് ഉണ്ടാക്കി കൊടുക്കും. അത് നമ്മളുണ്ടാക്കില്ല, അവർ തന്നെ അത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഇതുവരെ ഒന്നിനും സന്തോഷമില്ലായിരുന്നവരെ എല്ലാത്തിലും സന്തോഷിക്കാൻ തുടങ്ങുമ്പം, ഒരു കൊച്ചുകുട്ടികളെ പോലെ എല്ലാം ആഘോഷിക്കാൻ തുടങ്ങുമ്പം, ഓരോ ദിവസവും ഞാൻ എൻ്റെ ക്ലയൻസിനോടൊക്കെ പറയാറുണ്ട്, എവറി ഡേ അവരെനിക്ക് ഫീഡ്ബാക്ക് തരണം, അല്ലെങ്കിൽ കണക്റ്റഡ് ആയിരിക്കണം. നമ്മൾ ഈ സെഷനുള്ള എവറി ഡേ നമ്മളൊരു വോയിസ് നോട്ടിലൂടെയെങ്കിലും കണക്റ്റഡ് ആയിരിക്കും. സോ ഓരോ ദിവസവും അവരിൽ നിന്ന് വരുന്ന ആ ഒരു സന്തോഷം, അത് ചില സമയത്ത് ഒരു പ്രിൻസിപ്പൾ ആയിരിക്കും, ചില സമയത്ത് അത്രയും ബിസി ആയിരിക്കുന്ന ഒരു ഡോക്ടറായിരിക്കും. അങ്ങനെ പല പ്രൊഫഷനിലുള്ള, ഇപ്പം നമുക്ക് അറിയപ്പെടുന്ന 1-2 പേരുണ്ട്. അവരുടെയൊക്കെ വോയിസിൽ അവരൊരു 5 minutes നമുക്കായിട്ട് സമയം മാറ്റി വെച്ച് നമ്മൾ പറയുന്നത് കേട്ട് അവരുടെ സന്തോഷം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ എത്ര മാറ്റം ഉണ്ടെങ്കിലാണ് അവരുടെ ആ ഒരു പ്രീഷ്യസ് ടൈം മാറ്റി വെക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് കരുതി അവർ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത്രയ്ക്കും ഹയർ ലെവലിലിരിക്കുന്ന ആളുകളുണ്ട്. അവർ തീർച്ചയായിട്ടും 1-to-1 വരുന്ന അവരുടെ ഒരു പ്രൈവസിക്ക് വേണ്ടിയാണ്. അത്രയും ബിസി ആയിരിക്കുന്ന അവരുടെ ഒരു അപ്പോയിൻമെൻറ്റിന് ദിവസങ്ങളോളം മാസങ്ങളോളം ആളുകൾ നോക്കിയിരിക്കുമ്പം എവറി ഡേ അവരൊരു വോയിസ് നോട്ട്, അവരുടെ സന്തോഷം അവരെനിക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം മാറ്റം അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും എന്നുള്ളത്, അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷവും അംഗീകാരവും. അതെ, അപ്പോൾ സന്തോഷമില്ലാത്ത മനുഷ്യരെ സന്തോഷത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാ ആശംസകളും നേരുന്നു. ഇത്രയധികം സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി മാഡം.